കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം. സാധാരണ പക്ഷികൾ മഴ സമയത്ത് കൂട് തേടുന്നു, പക്ഷേ കഴുകൻ മഴ അവഗണിക്കുന്നു. പ്രശ്നങ്ങളെല്ലാം ഒരുപോലെയാണ്, മനോഭാവം എല്ലാത്തിനെയും വ്യത്യാസപ്പെടുത്തുന്നു. കഴുകൻ പ്രതികൂല സാഹചര്യങ്ങളിൽ തളരുന്നില്ല. നമ്മളും കഴുകനെ പോലെ ശക്തരാകണം. കഴുകന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തേത്, കഴുകന്മാർ ഒറ്റയ്ക്കേ സഞ്ചരിക്കാറുള്ളൂ, കൂട്ടമായി സഞ്ചരിക്കാറില്ല. കുരുവികൾ, കാക്കകൾ ഇവയുമായി ചങ്ങാത്തം കൂടുന്നില്ല. അത് സ്വന്തം കാലിൽ നിൽക്കുന്നു. ഇത് നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ അർത്ഥമാക്കുന്നത് ഇടുങ്ങിയ ചിന്താഗതിക്കാരായ ആളുകളിൽ നിന്നും അകലം പാലിക്കുക. കഴുകനൊപ്പമേ സമ്പർക്കം കൂടാൻ പാടുള്ളൂ. നമ്മൾ നല്ല കൂട്ടുകാരോട് കൂട്ടം കൂടുക. രണ്ടാമത്തെ പ്രത്യേകതയാണ്, കഴുകന് കൃത്യമായ ദർശനമുണ്ട്. അകലെയുള്ള എന്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവുണ്ട്. എന്ത് തടസ്സം വന്നാലും കഴുകൻ ഇരയെ പിടിക്കുന്നതുവരെ അവൻ്റെ ശ്രദ്ധ മാറ്റില്ല. കഴുകൻ നമുക്ക് തരുന്ന മെസ്സേജ്: ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കുക. എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിജയം നമ്മൾക്ക് തന്നെയാണ്. അടുത്ത ഒരു പ്രത്യേകതയാണ്, കഴുകൻ ചത്തത് ഭക്ഷിക്കില്ല. അവർ പുതിയ ഇരയെ മാത്രം ഭക്ഷിക്കുന്നു. മറ്റുള്ളവർ മിച്ചം വെച്ചത് അവർ കഴിക്കില്ല. അവർക്കത് വേണ്ട. അത് നമുക്ക് തരുന്നൊരു മെസ്സേജ് എന്ന് വെച്ചാൽ, നമ്മുടെ മുൻകാല വിജയത്തെ ആശ്രയിക്കരുത്. കീഴടക്കാൻ പുതിയ അതിർത്തികളുണ്ട് എന്ന് അറിയുക, തിരയുക. നമ്മുടെ കഴിഞ്ഞ കാലം അത്. അടുത്തൊരു പ്രത്യേകതയാണ്, കഴുകൻ കാറ്റിനെ സ്നേഹിക്കുന്നു. മേഘങ്ങൾ കൂടുമ്പോൾ കഴുകൻ ആവേശം കൊണ്ട് കാറ്റിനൊപ്പം സഞ്ചരിക്കുന്നു. കാറ്റിൻ്റെ ശക്തിയിൽ സ്വയം ഉയരാൻ ശ്രമിക്കുന്നു. ഇത് കഴുകന് ചിറകടിച്ച് വിശ്രമിക്കാൻ അവസരം നൽകുന്നു. ഇതിനിടയിൽ മറ്റു കിളികൾ മരത്തിൻ്റെ കൊമ്പിൽ ഒളിച്ചിരിക്കുന്നു. എന്നാൽ കഴുകൻ കാറ്റിനൊപ്പം സഞ്ചരിക്കുന്നു. കഴുകൻ നമുക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, വെല്ലുവിളികളെ തരണം ചെയ്യുക. അവ ശക്തരാക്കും, മികച്ചവരാക്കും. ജീവിതത്തിൽ കൊടുങ്കാറ്റുകളെ ഉയരത്തിലേക്ക് ഉയരാൻ ഉപയോഗിക്കാം. നേട്ടങ്ങൾ കൈവരിക്കുന്നവർക്ക് കൂടുതൽ ഉയരത്തിലേക്ക് ഉയരാൻ ഭയമില്ല. പ്രത്യേകതയാണ്, കഴുകന്മാർ പരിശീലകനാകുന്നു. അവർ കൂട്ടിലെ തൂവലുകളും മൃദുവായ പുല്ലും നീക്കം ചെയ്യുന്നു. അതുവഴി കുഞ്ഞുങ്ങൾക്ക് പറക്കാനുള്ള തയ്യാറെടുപ്പിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നു. ഒടുവിൽ അവർ പറക്കുന്നു. ഇത് നമുക്ക് ഒരു മെസ്സേജ് ആയാൽ, നിങ്ങളുടെ കംഫർട്ട് സോൺ വിടുക. അവിടെ വളർച്ചയില്ല. പുറത്തിറങ്ങി സ്വയമായി ചിന്തിക്കുക. അടുത്തൊരു പ്രത്യേകതയാണ് റെജുവിനേഷൻ, പുതുകി വരിക. പ്രായമാകുമ്പോൾ തൂവലുകൾ ദുർബലമാവുകയും വേഗത്തിൽ ഉയരത്തിലും പറക്കുവാൻ കഴിയാതെ വരികയും അങ്ങനെ അവർ ദൂരെ മലമുകളിൽ അഭയം തേടുകയും ചെയ്യുന്നു. തൻ്റെ ദുർബലമായ തൂവലുകളും നഖങ്ങളും തകർക്കുന്നു. വളരെ വേദനാജനകമായി തോന്നുമെങ്കിലും പുതിയ തൂവലുകളും പുതിയ കൊക്കും നഖങ്ങളും വളരുന്നതുവരെ അവിടെ തുടരുന്നു. എന്നിട്ട് മുമ്പത്തേക്കാൾ ഉയരത്തിൽ പറക്കുന്നു. ഇത് നമുക്ക് തരുന്ന മെസ്സേജ്, എത്ര ബുദ്ധിമുട്ടുള്ളതായാലും പഴയ ശീലങ്ങൾ മാറ്റണം. നമ്മുടെ ജീവിതത്തിന് മൂല്യം നൽകുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കരുത്.